പരിസ്ഥിതി ദിനത്തിൽ വേറിട്ട ആശയങ്ങളുമായി സെന്റ് ജോസഫ് സെൻട്രൽ സ്കൂൾ 2025 പരിസ്ഥിതി പ്രമേയമായ ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിലെ മികച്ച ഹരിത സ്വകാര്യ സ്ഥാപനമായി തെരഞ്ഞെടുക്കപ്പെട്ട സെന്റ് ജോസഫ് സ്കൂളിലാണ് പുതുമയാർന്ന പരിസ്ഥിതി ദിനാഘോഷം നടന്നത്. പ്രവർത്തനോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് എക്കോബ്രിക്സ് നിർമ്മാണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് നിർവഹിച്ചു. സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള അകൃത്യമായിട്ട് അളവിലുള്ള പ്ലാസ്റ്റിക്കുകൾ, അതുപോലെ തന്നെ ആ ഉപയോഗത്തിന് ശേഷം അത് വലിച്ചെറിയാതെ മണ്ണിലേക്കോ അല്ലെങ്കിൽ ജലത്തിലേക്കോ വലിച്ചെറിയാതെ നമ്മുടെ നദികൾ പരിശുദ്ധമായി സൂക്ഷിക്കുക, ആ നദികളിലേക്ക് വലിച്ചെറിയാതെ സൂക്ഷിക്കുക. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുണ്ട്, നമ്മൾ കുഞ്ഞുങ്ങളായിട്ടുള്ള നിങ്ങൾ തുടക്കത്തിലെ പ്രതിജ്ഞ എടുക്കേണ്ട കാര്യം എന്താ? മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടാതെ നല്ല കുട്ടികളായിട്ട്, ചീത്ത കൂട്ടുകെട്ടുകളില്ലാതെ നല്ല കുട്ടികളായിട്ട് വളരുക. അപ്പോൾ തുടക്കത്തിൽ നിങ്ങൾക്ക് തരുന്ന, ഇപ്പം നിങ്ങൾക്കതിനെക്കുറിച്ച് കാര്യങ്ങൾ ഒത്തിരി ഗൗരവമായിട്ട് അറിയത്തില്ല. അപ്പം അത് ഇവിടെ നിന്ന് അധ്യാപകർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി എന്താണോ ടീച്ചർ പറഞ്ഞത്, പ്ലാസ്റ്റിക് വലിച്ചെറിയരുത്, അതിൻ്റെ വലിയ വലിയ കാര്യങ്ങൾ ഇച്ചിരി കൂടെ വലുതാകുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇപ്പോൾ തരുന്ന കാര്യങ്ങൾ കൃത്യമായി ഓർക്കുക. എല്ലാവർക്കും ഈ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പ്രത്യേകിച്ച് ഇവിടെ ബഹുമാനപ്പെട്ട അച്ഛൻ സൂചിപ്പിച്ച പോലെ തന്നെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ ഒരു ചടങ്ങ് വയ്ക്കുമ്പോൾ അതിനോട് ആത്മാർത്ഥമായിട്ട് അതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ എല്ലാവരും ബാഡ്ജ് കുത്തുമ്പോൾ വിഭിന്നമായിട്ട് ഇന്നാണ് ഇതുപോലൊരു ആശയം വന്നത്. സാധാരണ ഇപ്പോൾ പ്ലാസ്റ്റിക് ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് പൂച്ചെണ്ടുകളും ഒക്കെ പൂവ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കും. പക്ഷേ ബാഡ്ജ് ഇങ്ങനെ ഒരു ഇലയിൽ കുത്തിത്തരിക, അപ്പോൾ അത് നമുക്ക് ഒരുപാട് അതിൻ്റെ അർത്ഥം ഉൾക്കൊള്ളുവാനായിട്ട് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്കും ഇതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ടീച്ചർമാർക്കും എല്ലാവർക്കും നന്ദി പറയുകയാണ്. പരിസ്ഥിതി സംരക്ഷണ സന്ദേശങ്ങൾ ചുവർ ചിത്രങ്ങളിലൂടെ പ്രൈമറി തലം മുതൽ വിദ്യാർത്ഥികൾക്ക് പാഠ്യപദ്ധതിയായി നൽകുന്ന സെന്റ് ജോസഫ് സെൻട്രൽ സ്കൂളിന്റെ വ്യത്യസ്ത പരിസ്ഥിതി പ്രവർത്തനങ്ങളെ പ്രസിഡന്റ് പ്രശംസിച്ചു. സ്കൂൾ മാനേജർ റവറൻ ഫാദർ മത്തായി മണ്ണൂർ വടക്കേതിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് സംസാരിച്ചു. ഭൂമിയെ സംരക്ഷിക്കാൻ എന്തുകൊണ്ട് നാം ഭൂമിയെ സംരക്ഷിക്കണം? നാം ചവിട്ടി നൽകുന്ന ആരില്ല? ഭൂമിയില്ല, അല്ലേ? നമ്മളെ താങ്ങുന്ന ആരാ? ഭൂമിയാണ്. നമുക്ക് ആവശ്യമുള്ളതെല്ലാം തരുന്നത് ആരാ? ഭൂമിയാണ്. അപ്പോ ദൈവത്തോടു കൂടെ നമ്മൾ സഹകരിച്ചാൽ മാത്രമേ ഭൂമി അടുത്ത തലമുറകൾക്ക്, അതാ നിങ്ങൾ എന്റെയൊക്കെ പ്രായമാകുമ്പോ യഥാർത്ഥത്തിൽ ഭൂമി നമുക്ക് ഉപയോഗിക്കാൻ പറ്റണമെങ്കിൽ നിങ്ങളുടെ ചെറുപ്രായത്തിൽ നിങ്ങൾ സംരക്ഷിച്ച് തുടങ്ങണം. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മളിവിടെ കേട്ടല്ലോ, ഭൂമിയെ നശിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടല്ലേ. ആദ്യമായിട്ട് എനിക്ക് പറയുന്നത് ത്രോ എവേ കൾച്ചർ അവസാനിപ്പിക്കുക, വലിച്ചെറിയുന്ന സംസ്കാരം. മലയാളിയുടെ ഏറ്റവും വലിയ സംസ്കാരം എന്നാ? എന്റെ മിറ്റോ എന്റെ പുരയൊക്കെ ക്ലീൻ ആയിരിക്കണം, ഞാൻ ആ സാധനം എടുത്ത് വിടും. വേസ്റ്റിലല്ല, മതിലിന്റെ അപ്പുറത്തേക്കും അതുപോലെ റോഡ് സൈഡിലേക്ക് വിടും. അതുകൊണ്ട് ത്രോ എവേ കൾച്ചർ, വേസ്റ്റ് ആക്കുന്ന സംസ്കാരം നമ്മള് എന്നേക്കുമായി നിർത്തണം. ചടങ്ങിൽ പ്രിൻസിപ്പൽ ഫാദർ തോമസ് നാലനടിയിൽ സ്വാഗതം ആശംസിച്ചു. അമ്മയെ സ്നേഹിക്കുന്ന പോലെ പ്രകൃതിയെയും നമ്മൾ സ്നേഹിക്കണമെന്നും ഭൂമിക്ക് ഭാരമാകുന്ന പ്ലാസ്റ്റിക്കും മറ്റും ഉപേക്ഷിച്ചു എന്ന ഉറച്ച തീരുമാനവും നമ്മൾ എടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഈ പ്രകൃതിയും എന്തായിട്ട് നമുക്ക് ഭൂമിക്കാം, ഒരമ്മയായിട്ട് നമുക്ക് ഭൂമിക്കാം. അപ്പോൾ നമ്മുടെ അമ്മയെ നമ്മൾ സ്നേഹിക്കുന്ന പോലെ പ്രകൃതിയെ നമ്മൾ സ്നേഹിക്കണം, കരുതണം, സംരക്ഷിക്കണം. അപ്പോൾ പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് എടുക്കേണ്ട തീരുമാനം, നമ്മുടെ പരിസ്ഥിതിയെ, ഭൂമിയെ ഞാൻ സ്നേഹിക്കും, കരുതും, സംരക്ഷിക്കും. അതുപോലെ ഭൂമിക്ക് ഭാരമാകുന്ന, നാശമാകുന്ന പ്ലാസ്റ്റിക്കുകൾ, മറ്റ് ഘടകങ്ങൾ ഒക്കെ ഞാൻ ഉപേക്ഷിച്ച് എൻ്റെ പ്രകൃതിയെ ഞാൻ സംരക്ഷിക്കും എന്നുള്ള ഉറച്ച തീരുമാനം നമ്മൾ എടുക്കണം. ഓക്സിജൻ ഏറ്റവും കൂടുതൽ പുറപ്പെടുവിക്കുന്ന സസ്യങ്ങളിൽ ഒന്നായ കൃഷ്ണതുളസി വിശിഷ്ടാതിഥികൾക്ക് പ്രൈമറി വിദ്യാർത്ഥികൾ നൽകി. ഭക്ഷണത്തിലൂടെയും ജലത്തിലൂടെയും ശരീരത്തിലെത്തുന്ന പ്ലാസ്റ്റിക്കിനെ നിരോധിക്കുവാൻ പ്ലാസ്റ്റിക് ഫ്രീ ലഞ്ച് ഡേ, എക്കോബ്രിക്സ് നിർമ്മാണം തുടങ്ങിയ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളാണ് ഈ വർഷം ആവിഷ്കരിച്ച് നടപ്പിലാക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. സിസ്റ്റർ ജിജി പുല്ലത്തിൽ എയോ വിഷയാവതരണം നടത്തി. തുടർന്ന് പരിപാടിയിൽ വാർഡ് മെമ്പർ ലിസി നിക്കോളാസ്, ക്ലബ് കൺവീനർ സിന്ധുമോൾ കോശി എന്നിവർ സംസാരിച്ചു.
പ്രൈമറി അധ്യാപകർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. അതേസമയം എൽസമ്മ സെബാസ്റ്റ്യൻ, ശ്രീകല സി നായർ, ഷബീന എൻ എന്നീ അധ്യാപകരുടെ നേതൃത്വത്തിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥികൾ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ബൈപ്പാസ് റോഡ് വൃത്തിയാക്കുകയും ബൈപ്പാസിനോട് ചേർന്നുള്ള സ്കൂളിന്റെ മുൻവശത്ത് പൂന്തോട്ടം ക്രമീകരിച്ചും സമൂഹത്തിന് മാതൃകയാവുകയും ചെയ്തു.